Hi everybody, and a warm welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് തിയറികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഡൗ തിയറി, എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തീസിസ്, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട തിയറികളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ വരുന്ന അവസാനത്തെ തിയറിയാണ് റാൻഡം വാക്ക് തിയറി. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. റാൻഡം വാക്ക് തിയറി എന്താണെന്ന്. അപ്പോൾ റാൻഡം വാക്ക് തിയറി പോപ്പുലറൈസ് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും പോപ്പുലറൈസ് ചെയ്തതൊക്കെ ബർട്ടൺ മാൽക്കീൽ എന്ന് അറിയപ്പെടുന്ന ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റാണ്. ബർട്ടൺ മാൽക്കീൽ എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റാണ് ഈ തിയറി പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ ഈ തിയറി പ്രകാരം എന്താണ് പറയുന്നത്? It states that the market prices evolve at random and do not follow any regular pattern. മാർക്കറ്റ് പ്രൈസുകൾ റാൻഡമായിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്, അല്ലാതെ അതിന് യാതൊരു തരത്തിലുള്ള റെഗുലർ പാറ്റേൺ ഇല്ല. മാർക്കറ്റ് പ്രൈസുകൾ നിശ്ചയിക്കപ്പെടുന്നത് റാൻഡമായിട്ടാണ്, അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു പാറ്റേൺ ഒന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല. നോക്കുക, ഇവിടെ പറയുന്ന അടുത്ത സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രൈസ് മൂവ്മെൻറ്റ്സ് ആർ ടോട്ടലി റാൻഡം ലൈക്ക് ദ വാക്ക് ഓഫ് എ ഡ്രങ്കാർഡ്, ഈച്ച് മൂവ് ഇൻഡിപെൻഡൻറ്റ് ടു അനദർ. അല്ലേ? അതായത് പ്രൈസ് മൂവ്മെൻറ്റ് തികച്ചും റാൻഡം ആണ്. എങ്ങനെയെന്നാൽ ഒരു മദ്യപാനിയായ ആള് മദ്യപിച്ചതിന് ശേഷം നടക്കുന്ന പോലെ ഒരു സ്റ്റെപ്പിന് മറ്റേ സ്റ്റെപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഒരു ഡ്രങ്കാർഡിൻ്റെ നടത്തത്തിൻ്റെ സ്റ്റൈലിലാണ് അത് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്. ഒരു സ്റ്റെപ്പിനും മറ്റേ സ്റ്റെപ്പുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ആ രൂപത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റ്, അത്രക്കും പ്രവചനാതീതമായ രൂപത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേറുന്നത്. അപ്പോൾ ഇതാണ് ഈ തിയറിയുടെ കാതൽ. ഈ തിയറി പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റുകൾക്ക് ഒരു റെഗുലർ പാറ്റേണും ഇല്ല. അത് മൂവ് ചെയ്യുന്നത് തികച്ചും റാൻഡമായിട്ടാണ്. ഓരോ സ്റ്റെപ്പും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ. ഇനി അതിനെ തുടർന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാണ്. പ്രൈസസ് ഹാവ് നോ മെമ്മറി, ദെർഫോർ പാസ്റ്റ് ആൻഡ് പ്രസന്റ് പ്രൈസസ് കാനോട്ട് ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസസ് ആസ് ഇൻ ദ കേസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. പ്രൈസുകൾക്ക് യാതൊരു ഓർമ്മശക്തിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റ് പ്രൈസുകളും പ്രസൻറ്റ് പ്രൈസുകളും ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് പോലെ പാസ്റ്റ് പ്രൈസും പ്രസൻറ്റ് പ്രൈസും ഉപയോഗിച്ച് ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അല്ലേ? ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്? പാസ്റ്റ് പ്രൈസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. പാസ്റ്റ് പ്രൈസ് പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അതൊന്നും സാധ്യമല്ല. കാരണം പ്രൈസുകൾക്ക് യാതൊരു തരത്തിലുള്ള മെമ്മറി പവറും ഇല്ല. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? പ്രസൻറ്റ് പ്രൈസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാസ്റ്റ് പ്രൈസസ്, ഓൺലി ഇൻഫോർമേഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ പ്രൈസസ്. പ്രസൻറ്റ് പ്രൈസും ഫ്യൂച്ചർ പ്രൈസിൻ്റെ മേലെ യാതൊരു ഇൻഫ്ലുവൻസും ചെലുത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രൈസുകളുടെ മേലെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസിന് പ്രൈസുകളുടെ മേലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ തുടർന്ന് പറയുന്ന കാര്യം നോക്കിയേ, ആസ് ഇൻഫർമേഷൻ ഈസ് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്, ദ റിസൾട്ടിങ് പ്രൈസ് ആർ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഇൻഫർമേഷൻസും ഫ്രീയും ഇൻഡിപെൻഡൻറ്റും ആണ് ആയതുകൊണ്ട് തന്നെ, അത് ഇൻഫർമേഷനും ഫ്രീ ആണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിയുന്ന പ്രൈസും ഫ്രീയും ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. അപ്പോൾ അതും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അതായത് പാസ്റ്റ് പ്രൈസുകളുടെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പാസ്റ്റ് പ്രൈസുകളുടെ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് കഴിയില്ല. കാരണം എന്താണ്? പ്രൈസുകൾക്ക് മെമ്മറി പവറൊന്നുമില്ല, അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാൻ, ഒരേ പാറ്റേൺ ഫോളോ ചെയ്യാൻ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നത് തികച്ചും റാൻഡമായിട്ടാണ്. അതാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, ഇതിന് ചില അസംഷൻസും നമുക്ക് പറയാനുണ്ട്, അതുകൂടി നോക്കാം. മാർക്കറ്റ് ഈസ് സുപ്രീം ആൻഡ് നോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഓർ ഗ്രൂപ്പ് ക്യാൻ ഇൻഫ്ലുവൻസ് ഇറ്റ്. മാർക്കറ്റാണ്
പരമമായിട്ടുള്ളത്. അല്ല, അത് ഒരു ഇൻവെസ്റ്റർക്കോ ഒരു ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പുകൾക്കോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റാണ് പരമപ്രധാനമായിട്ടുള്ളത്. അല്ല, ഒരു ഇൻവെസ്റ്റർക്കോ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിനും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. സ്റ്റോക്ക് പ്രൈസസ് റിഫ്ലക്ട് ഓൾ ഇൻഫർമേഷൻ ക്വിക്ക്ലി. അല്ല, രണ്ടാമത്തത് പറയുന്നത് എല്ലാ ഇൻഫർമേഷനെയും സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അല്ല, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ ആർക്കും ഉപയോഗിച്ചുകൊണ്ട് ലാഭം നേടാൻ വേണ്ടി സാധിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ എത്തുന്നവർക്ക് തന്നെ ആ ഇൻഫർമേഷൻ പ്രൈസുകൾ റിഫ്ലക്റ്റ് ചെയ്യും. അടുത്തായിട്ട് പറഞ്ഞത് മാർക്കറ്റ്സ് ആർ എഫിഷ്യൻറ്റ് ആൻഡ് ദാറ്റ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈസ് ഫ്രീ ആൻഡ് അൺബയാസ്ഡ്. അല്ല, ഇൻഫർമേഷൻ്റെ ഫ്ലോ ഫ്രീയും അൺബയാസ്ഡും ആകുന്ന തരത്തിൽ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ വളരെ ഫ്രീ ആയിട്ടും അൺബയാസ്ഡ് ആയിട്ടും എന്ത് ചെയ്യപ്പെടുന്നു, ഫ്ലോ ചെയ്യപ്പെടുന്നു. അത് നിങ്ങൾ ഈ പോയിന്റ് ഓർക്കുമ്പോൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസിൽ ഫസ്റ്റത്തെ ഡിഗ്രി ഉണ്ടല്ലോ, എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അല്ല, ആ കൺസെപ്റ്റാണ് ഈ അസംഷനിൽ പറയുന്നത്. അടുത്ത, ആൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഫ്രീ ആക്സസ് ടു ദ സെയിം ഇൻഫർമേഷൻ, നോബഡി ഹാസ് സുപ്പീരിയർ ഓർ നോളജ് ഓർ എക്സ്പെർട്ടൈസ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ഇൻഫർമേഷനിലേക്കും ഫ്രീ ഫ്ലോ, ഫ്രീ ആക്സസ് ഉണ്ട്. അല്ലേ? അതുപോലെ തന്നെ ആർക്കും മാർക്കറ്റിനെ സംബന്ധിച്ച എക്സ്പേർട്ടായിട്ടുള്ള നോളജൊന്നും ഇല്ല. അല്ല, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജൊന്നുമില്ല. ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും ഈക്വൽ ആക്സസ് ഉണ്ട്. അടുത്തായിട്ട് പറഞ്ഞത്, നോബഡി ഹാസ് ബെറ്റർ നോളജ് ഓഫ് ഇൻസൈഡർ ഇൻഫർമേഷൻ. ആർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജും ഇല്ല. അതുപോലെ തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ ആർക്കും ലഭ്യമാവുകയും ഇല്ല. അടുത്ത പറഞ്ഞാൽ, ഇൻവെസ്റ്റർ ബിഹേവ് ഇൻ എ റേഷണൽ മാനർ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് ആർ ദ റിസൾട്ട് ഓഫ് റേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അല്ലെ, ഇൻവെസ്റ്റേഴ്സ് റേഷണലായിട്ടാണ്, ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെ, ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് ആർ ദ റിസൾട്ട് ഓഫ് റേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിമാൻഡും സപ്ലൈയും ഈ റേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അടുത്ത നോക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓർ എനി മേജർ ഫണ്ട് മാനേജേഴ്സ് ഹാവ് ടു ഫോളോ ദ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാം മാർക്കറ്റിനെ ഫോളോ ചെയ്യണം. അല്ലാതെ മാർക്കറ്റിനെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അല്ല, കാരണം മാർക്കറ്റിൽ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ് ആയിട്ടും പറയുന്നത്. സിമ്പിളായിട്ട് തിയറിയാണ്. തിയറി ഇത്രേ പറയുന്നുള്ളൂ. അല്ല, മാർക്കറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് റാൻഡമായിട്ടാണ് സംഭവിക്കുന്നത്. അത് ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത് പോലെ ഒരു പ്രത്യേക പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പാസ്റ്റ് പ്രൈസുകൾ ഉപയോഗിച്ച് ഫ്യൂച്ചർ പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, താങ്ക് യു.